വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഒരു സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടാ. നമ്മൾ 6 മണിക്ക് എവിടെ പോവാന്നില്ല, നമ്മൾ എറണാകുളം വരെ പോവാണ്ട. അമ്മയുടെ അച്ഛൻ്റെ നാട് എന്നൊക്കെ പറയണത് അവിടെ എറണാകുളമാണ് കേട്ടാ. അപ്പൊ അവിടെ സർപ്പത്തില് എല്ലാ വർഷവും പൂജ നടക്കും. അപ്പൊ അതില് പങ്കെടുക്കാനായിട്ടാണ് നമ്മളെല്ലാരും പോണത്. നമ്മളവിടെ സ്റ്റാൻഡിൽ എത്തിയപ്പോ തന്നെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. വണ്ടി ഒരു 6 മണി ആ ഒരു ടൈമിന് വരുന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വണ്ടി എത്തിയപ്പോ ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടാ. നമ്മൾ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ വണ്ടിയൊക്കെ വിളിച്ച് എല്ലാ ഫാമിലിയും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോണത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞാനും അമ്മയും മാത്രമായിട്ടേ പോയുള്ളൂ. അവിടെ വീട്ടില് കുഞ്ഞാവിക്ക് 4 മാസമായിട്ടുള്ളൂ. അപ്പൊ അവളെയും കൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ചെറിയ വണ്ടിയായിരുന്നു കേട്ടോ. നമ്മള് ഫാമിലി മൊത്തം 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 20 സീറ്റിന്റെ വണ്ടിയാട്ടോ വിളിച്ചത്. പിന്നെ നമ്മൾ 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വണ്ടി നിർത്തിയിട്ടാ. ഏതൊരു കടയുടെ മുമ്പിൽ അങ്ങനെ നിർത്തിണ്ടായിരുന്നു. ഫുഡൊക്കെ ഇളയ അഞ്ചിയാട്ട ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഇഡലിയും ടൊമാറ്റോ ചട്നിയും പിന്നെ തേങ്ങാ ചട്നിയും ആയിരുന്നു കേട്ടാ. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ ചെന്നത് പള്ളിക്കക്കാവ് അമ്പലത്തേക്കാട്ടാ. അവിടെ തൊഴുത് കഴിഞ്ഞിട്ടാണ് നമ്മള് സർപ്പത്തിന് അങ്ങോട്ട് പോയത്. അച്ഛൻ്റെയും അമ്മയുടെയും നാട് ഇവിടെ ആയതുകൊണ്ട് തന്നെ ആന്റിയുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരുമ്പോ ഈ അമ്പലത്തിൽ വരാറുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ അമ്പലത്തിനൊക്കെ തൊഴുതിറങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്കും 11 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടാണ്. നമ്മൾ എത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയിട്ടാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണത്. വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പോവാറൊന്നുമില്ല. അച്ചാച്ചൻ പോകുമ്പോ വഴിപാടിനുള്ള പൈസ കൊടുത്തു വിടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വീട്ടിൽ നിന്ന് ആരും അങ്ങനെ പോവാറൊന്നുമില്ല കേട്ടാ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അച്ചാച്ചന്റെ തറവാട്. നല്ല രസമായിട്ട് അവിടെ പരിസരമൊക്കെ കാണാം. പിന്നെ കുറെ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വീടിന്റെ ഫ്രണ്ടില് പാടാട്ടം. മുന്നിന്ന് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പാടത്തേക്കാട്ടം ഇറങ്ങണത്. നമ്മൾ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല. തറവാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. മുകളിലാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ എല്ലാവരും അവിടെയായിരുന്നു. പിന്നെ നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാനിരുന്നു. സദ്യയായിരുന്നു, കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം അവിടെ സംസാരിച്ചിരുന്നിട്ടൊക്കെ ആട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.